നാഥാ ആത്മാവിനെ തന്നിടണേ, നീയൻ ആശ്വാസമായി വന്നിടണേ. നാഥാ ആത്മാവിനെ തന്നിടണേ, നീയൻ ആശ്വാസമായി വന്നിടണേ. എൻ പാപവും എൻ രോഗവും വരദാനമാം കൃപയേകി നീ മോചിച്ചു സുഖമാക്കണേ. ഓ നാഥാ ആത്മാവിനെ തന്നിടണേ, നീയൻ ആശ്വാസമായി വന്നിടണേ. മനസ്സിൻ മുറിവുകളിലങ്ങി സ്നേഹം പകരുവതിനായി വചനം അരികിലണയുമ്പോ ജീവൻ നിറയുവതിനായി നീ എൻ്റെ ഉള്ളിൽ വാഴുന്ന നേരം മനഃശാന്തി നൽകണമേ. ഓ നാഥാ ആത്മാവിനെ തന്നിടണേ, നീയൻ ആശ്വാസമായി വന്നിടണേ. നിത്യം തിരുവചന വഴിയെ സത്യം പറയുവതിനായി എന്നും തവ മഹിമ പാടാ അധരം വിടരുവതിനായി ജീവൻ പ്രകാശം നീ തൂകിടുമ്പോൾ അഭിഷേകമേകണമേ. ഓ നാഥാ ആത്മാവിനെ തന്നിടണേ, നീയൻ ആശ്വാസമായി വന്നിടണേ. എൻ പാപവും എൻ രോഗവും വരദാനമാം കൃപയേകി നീ മോചിച്ചു സുഖമാക്കണേ. ഓ നാഥാ ആത്മാവിനെ തന്നിടണേ, നീയൻ ആശ്വാസമായി വന്നിടണേ. ആശ്രയിക്കുകയും ചെയ്യുന്നു.
ഭൂതലവും താമരമല്ലോ കർത്താവേ. ജീവിക്കുന്നവരെ നൽകണമേ ബുധനായുസ്സും. നിത്യോയിൽ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമാം പ്രഭുവിനാക്കി ചേർക്കണം. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം ജീവന്റെയും മരണത്തിന്റെയും നാഥനും ദാവൂദിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആകാശത്തിലും ഭൂമിയിലും സുഖനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ദാവൂദിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, വരാൻ പരമൻ വേണം. പ്രഭയും ഭംഗി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മന്ദിരമോദം മഹിമാവൊഴുകും മണവരെങ്കിൽ ശരണീശോ. തന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ദാവൂദിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ദാവൂദിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ദൈവമായ ശിഹായേ, നിന്റെ
ചെയ്തതുമാരുടെ കൺമുടിയോടുകൂടി വാഹനങ്ങളെ പ്രതിഷ്ഠാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ ഉൾപ്പെടുകയും മത്സ്യരക്ഷകളായി കവടങ്ങൾ ഉയരുകയും ദുഷ്ടങ്ങളെ ചെയ്യുകയും ചെയ്യുന്ന ഒരു ദിവസത്തിൽ എന്റെ പ്രകാരമായി ലോകാനുഭവത്തിനെ സമാപിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ സ്വീകരിക്കുകയാണ്. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിന്റെ വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉരുകിയുരുകിയെരിയുമീ മെഴുകുതിരികളിൽ അഴലിനിരുളിലിടറുമീ തരളമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം, സുഖദ സാന്ത്വനഗീതം. ഉരുകി ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ അകലെ വിണ്ണിൻ വീഥിയിൽ ആർദ്രരാത്രിയിൽ മഴമുകിലിൽ മാഞ്ഞുപോ സ്നേഹതാരമേ, തളർന്നുറങ്ങാൻ താരാട്ടുണ്ടോ, താന്തമീണമുണ്ടോ, താന്തമീണമുണ്ടോ. ഉരുകിയുരുകിയെരിയുമീ മെഴുകുതിരികളിൽ അലയറിയാത്തോണിയിൽ അലയും യാത്രയിൽ തുഴമുറിഞ്ഞു പോയൊരൻ മൂകസ്വപ്നമേ, അകലെയേതോ തീരങ്ങളുണ്ടോ, അഭയകുടീരമുണ്ടോ, അഭയകുടീരമുണ്ടോ. ഉരുകിയുരുകിയെരിയുമീ മെഴുകുതിരികളിൽ അഴലിനിരുളിലിടറുമീ തരളമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം, സുഖദ സാന്ത്വനഗീതം. പ്രകൃതിക്കും മധുരന്തിമ കർത്താവേ അണിയുമ്പോൾ
കരുണയുടെ നേതൃത്വമേ നല്ലവരത്തോലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നീ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുയരം നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സം. അപരാധ കീർത്തനങ്ങൾ പാടും മൃതരം നരരുടെ പാപങ്ങൾ മാറ്റണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയെന്നെ സുതരണവരും നോക്കണമേ. അവന്റെ സന്തോഷത്തിലവരാനന്ദിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. ഭാവാപുത്രൻ പോകായേ മൃതരാമെങ്കിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമോ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നീക്കുവാമീൻ തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, കരുണയിൽ അനുഗമിക്കുകയും ഞങ്ങളുടെ പാപങ്ങളുമായി ചെയ്യുമാറാകട്ടെ. പകരീയമായ നിന്റെ നേതൃത്വത്തിൽ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവനെയും മരണത്തിന്റെയും നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ആകാശത്തിലെ ഭൂമിയിലെ സ്തുതിർഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശീതിയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നതനാം നിശിഹാനാഥ മൃതരെല്ലാരും പിന്നെ വിളങ്ങും വദനമുണരാൻ വരമരുളേണം. മൃതരെല്ലാരും പിന്നെ വിളങ്ങും വദനമുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുവരാൻ വരമരുളേണം. അന്ത്യമിഴത്തോരവികലമോദം നുകരാൻ മുതലേ മഹിമാവൊഴുകും മണവറയെങ്കിൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുവരാൻ വരമരുളേണം. നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. നിന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കും രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിന്റെ പക്കൽ നിന്നാകുന്നുവല്ല. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥന
പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവിതത്തെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവിതത്തെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണവഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയതിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആകുതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പോഴുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ജലത്താൽ ഈ ആത്മാവിന്റെ കരകളെ വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് സ്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. അവരന്ത കീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നീ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നീ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി ഉളയ്ക്കുന്നു. ആഹ്ലാദം കേൾക്കുമ്പോൾ ജീവനുദിക്കുന്നു. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നീക്കുവാമേ തെളിവായ എന്നോട് നാഥാനി തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ സമാധാനമോടുകൂടെ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിന്റെ ഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ.
ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സർവേശ്വരാ. ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം മുഖരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. കർത്താവേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പ്രതിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പ്രതിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമയെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ഈ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ ശ്രീവായുടെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി അവരുടെ മേൽ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
അറിയാതെ നിന്നുള്ളിൽ നിറയുന്ന പാവന സ്നേഹമാണു ദൈവം. നീ പോലും കാണാതെ നിൻ കണ്ണിൽ വിരിയുന്ന നക്ഷത്രദീപമാണു ദൈവം. നീ പോലും അറിയാതെ നിന്നുള്ളിൽ നിറയുന്ന പാവന സ്നേഹമാണു ദൈവം. മരിച്ചവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനാം. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കുന്നു. മക്കളുടെ അന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിലനിർത്തണമേ. നല്ലവർക്ക് വലത്താകേ. ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയിലാകുന്നു. ആകാശവുമേ ഭൂതലവും ആമുഖമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നൽകണമേ മൃതനായുസ്സും. പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ ശോഭിതവും ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻസുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലൊന്നും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ജീവൻ ഉദിക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായേ ഹൃദയാവിന്റെ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാവൻ പാപങ്ങൾ വിധയായി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കർത്താവിന്റെ കരുണ നിങ്ങളെ ഗമിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു വിടുകയും ചെയ്യുമാറാകട്ടെ. അമേയമായ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനാം. ആകാശത്തിലും ഭൂമിയിലും സുദർശനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനാം. ഉന്നത കൃപനാം മിശിഹാനാഥ ഹൃദയല്ലാരും മിന്നിവിളങ്ങും വദനമുടരാൻ വരമരുവേണം. മൃതരെല്ലാരും മിന്നിവിളങ്ങും വദനമുടരാൻ വരമരുവേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയെ വിങ്ങവിങ്ങും പൊന്നിമുഴക്കും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മുന്നിവിളങ്ങും വദനമുടരാൻ വരമരുളേണം. അന്ത്യമെടാത്തോരവിനവമോദം നുകരാന്തൃതരേ മഹിമാവുഴുകും മണവറയിങ്കേ
ചേർക്കണമീശോ. മൃതരെല്ലാരും മുന്നിവിളങ്ങും മദനമൊടുമരാ മരമരുവേണം അകാലത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ശരിക്കൊള്ളണമേ. നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കും രക്ഷയുണ്ടാവും. എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിന്റെ പക്കലിനാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവിൽ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൻ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ആകാശത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവനായകവുമായ ശബ്ദത്താലാശ്രയിപ്പിച്ചകർത്താവ് ആ ശബ്ദമുഖേയമായി വിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിലവിലെ പാപത്തിൽ വിളിക്കുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവ് ജീവന്റെയും മരണത്തിന്റെയും നാമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനാം. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മകനെയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനാം. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സർവ്വത്തിന്റെയും നാമത്തിന്റെ പൂർണ്ണമായ വിശുദ്ധായി എന്റെ പുരുഷന്റെ ഇടനാൾക്കൂടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാരങ്ങളെ പ്രദക്ഷിണാവുകയും പരിശുദ്ധരക്ഷകനാക്കപ്പെടുകയും ഞങ്ങൾ നീതിമാന്മാരിൽ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ പ്രതികരിച്ചിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെടുകയും സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ. ജീവനെനിക്കു പകർന്നുവനം ഭാഗമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീടാൻ തൻ പ്രിയസുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാവനമാകും കുരിശിനയിൽ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലേ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിനു സമ്മാനം നേടാൻ നാഥാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂഴ്ന്നു വിരാജിക്കും. സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും, കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, ആദിപിതാവാമാദത്തിൻ പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടി
സ്തുത്യർഹനാകുന്നു മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. നാഥാപാധികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ, കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശ പാടി നമിക്കുന്നു. ആദിമുതൽ എന്നേക്കുമാമേൻ. ആരാധകരുടെ യത്തനകൾ നിൻ തിരുസന്നിധി അണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാ ഞങ്ങൾ തകർക്കട്ടെ. തങ്ങളുടെ കർത്താവേകരങ്ങളെ വിളിക്കുകയും സങ്കടം ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. ദേവാക്രമണ പ്രതീക്ഷയാണ് ആശ്വസിപ്പിക്കണമേ. ജീവിതത്തിലെ നാഥനും പിതാവുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ കർത്താവിൽ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ ജീവവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരും ബലം ആശ്രയിച്ചു. ഞാൻ ആരാധിച്ചു അടങ്ങുന്നു. അതിനാൽ ഞങ്ങൾക്കുത്ഥാനം രക്ഷയുയരം നൽകുന്നു. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസാവഴി അങ്ങേ സുതരാണവരൻ നോക്കണമേ. ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പാപപുത്രൻ രൂഹായി പ്രധാനന്നിൽ തനിയേണം. ജീവൻ നൽകുന്ന പ്രതിയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായ എന്നോട് നാഥാനി തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയാവൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സഹായിക്കുമാറാകട്ടെ. സർവേശ്വര ജീവനെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നെ വിളങ്ങും മദനമുടരാ പരമരുളേണം. മൃതരെല്ലാരും നീ വിളങ്ങും മദനമുടരാ വരമരുളേണം.
നിത്യപ്രഭയിൽ വെങ്കലമെന്നും പൊങ്ങി മുഴങ്ങും താകളനാദം ഉചിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ മരമരുളേളം മഹിമാപുഴകും മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ മരമരുളേളം ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഒട്ടിക്കുന്നവനെ നിന്റെ സ്തുതി. ശബ്ദം കേൾക്കണമേ. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? പാവമോചനത്തിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിന് ഞാൻ ശരണപ്പെടുന്നു. വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. ഇസ്രായേലിനെ തന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. ഞാൻ വിളിക്കുന്നു മനുഷ്യരെ ഒപ്പിക്കുന്നവരെ നിന്റെ സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സർവ്വത്തിന്റെയും നാഥനും ദൈവമായ ദേവദൂതന്മാരുടെ കമ്പടിയോടും കൂടി വാനമേഖല നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിലെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ച രക്ഷരായി കടന്നുയർത്തുകയും നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിനെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ വാഗ്ദാനോപേക്ഷയാൽ നിന്റെ ദാസിയാശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിന്റെ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവർക്ക് വലം ഭാഗേ. കർത്താവേ ഞാൻ ആശ്രയിച്ചു, കർത്താവിനും കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുയരം നൽകുന്നു. ആകാശവും ഭൂമിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മുതലായുസം. പാപങ്ങൾ മാറ്റണമേ നിൻ കൃപയാലെ. മാമോദീസാവഴിയങ്ങേ സുതരാണവരം നോക്കണമേ. പരിശുദ്ധാത്മാവിൻ സ്തുതിയേ കഴിയണം. ജീവൻ നൽകി മഹോന്നതമാ ഭക്തിയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നീക്കുമാമേൻ ഇരവിളിയെല്ലാം കാണുന്നു.
നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ നമിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്നതിന് നീ ആത്മീയയുടെ പാപങ്ങൾ മായ്ക്കുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ദുരിതത്തിന് ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാത്തെ നയിക്കാം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കാം. ഉന്നത നിർഭരനാം യശിക്കാനാഥരെല്ലാരും എങ്കി വിളങ്ങും പതനമുടരാ മരമരുളേണം. ഉന്നത നിർഭരനാം യശിക്കാനാഥരെല്ലാരും എങ്കി വിളങ്ങും പതനമുടരാ മരമരുളേണം. വിധിയുടെ നാളിൽ വിജയക്കഥയിൽ മിന്നലമെങ്ങും പൊങ്ങി മുഴങ്ങും കാക്കണനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം വിശിഹാനാഥരെല്ലാരും മുങ്ങി വിളങ്ങും വദനമുഴുകയാൽ മരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം മുകിരാൻ മുഴുവരെ മഹിമാവഴകും വടവരയുങ്കൽ ചക്രണമിച്ചു. ഉന്നതനൃപനാം വിശിഹാനാഥരെല്ലാരും മിന്നി വിളങ്ങും വദനമുഴുകയാൽ മരമരുളേണം. ആഹത്തിൽ നിന്നും ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. ജപിക്കൊള്ളണമേ. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ അപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഞാൻ കാത്തിരിക്കുന്നു. ആൾക്കാരെ പോലെ സ്വയം കർത്താവിനെ കാത്തിരിക്കുന്നു. അവൻ കരുണയുള്ളവനാകുന്നു. രക്ഷയും അവന്റെ ഭക്തനാകുന്നു. അവൻ രക്ഷിക്കും. എല്ലാവരും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ജീവദായകമായ ശബ്ദത്താൽ ആ ശബ്ദം മാധുര്യമായ ദേവിയുടെ ദിവസത്തിൽ നിന്റെ ദാസൻ സഹിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും കർത്താവേ, ജീവന്റെ മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാണ്. മരിച്ചവരെ നീ കരുണാപുറം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുറം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ നീ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായിരിക്കും. സർവ്വത്തിന്റെയും നാഥനും ദൈവമായി നിരക്ഷണത്തോടും ദൈവദൂതന്മാരുടെ അമ്പയോടും കൂടെ വാനമേ കൃഷ്ണനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷയിലായി കബരങ്ങൾ നിവർത്തിയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് കാത്തിരിക്കുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരം തന്നെ സജമാകുകളെയും സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരൻ സ്വർഗമേണ്ടി സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം സ്വീകരിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. വാഗ്ദാനം
അവതാരത്തെ കീർത്തനങ്ങൾ പാടും മൃതരാംഗരുടെ പാപങ്ങൾ മറയ്ക്കണമേ നിൻ കൃപയാലേ മാമോദീസ വഴിയങ്ങേ സുതരാണവരെ നോക്കണമേ. അവരുടെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിത്യരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതലേക്കുവാമേ തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിറയായി എന്നെ വിധിക്കലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മകനെയുമായ നേതൃത്വത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും ശുദ്ധനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മൃതരെല്ലാരും ഇന്നി വിളങ്ങും വദന കൊണരാൻ വരമരുളേണം. മൃതരെല്ലാരും ഇന്നി വിളങ്ങും വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രകടനം മണ്ഡലമെങ്ങും പൊങ്ങി മുഴങ്ങും ആഹ്ലാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വരമരുളേണം. ഞാൻ വിളിക്കുന്നു മനുഷ്യരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു, കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരുന്നെങ്കിൽ ആർക്കു രക്ഷയുണ്ടാവും. പാപമോചനം നിജകൽപ്പനാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ഹൃദയാവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അവന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. ആകാശത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു മനുഷ്യരെ ഏൽപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവകാരികവുമായ ആ ശബ്ദം അഭിനവമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാഹരണം പ്രത്യേകിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ.
ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യവംശത്തിന്റെ രക്ഷകരമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിടിക്കുവാൻ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണം. നീതിമാന്മാരെ സ്വർഗീയ മണവരയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ ഈ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിന്റെ ആനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോട് കൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിക്കൊടുക്കുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ആത്മാവിന്റെ മരണം കഴുകി വിശദീകരിക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം ഇവന്റെയും മനസ്സിന്റെയും നാഥാപിതാവും പുത്രനും രക്ഷിതാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആശ്രയിച്ചു കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരം നൽകുന്നു. കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴി അങ്ങേ സുതരാണവരെ നോക്കണമേ. അതെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവൻ ഉദിക്കുന്നു. ജീവൻ നൽകും പൊന്നതമാം കൃപയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായിയുടെ നാഥാനി തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാവൻ പാപങ്ങൾ നിറയായെന്നിരിക്കലേ. നമുക്ക് സമാധാനം മഹനീയമായ എന്റെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആകാശത്തിലും പുതിയ സ്തുതിയാകുന്നു. ഇവന്റെ മണത്തിന്റെയും നാഥാപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. മൃതരെല്ലാരും മിന്നി വിളങ്ങും വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വരമരുളേണം. ോ
തോറും നഗരാൻ മഹിമാവൊഴുകും മാവറയെങ്കിൽ ചേർക്കണം ഈശോ. മൃഗരെല്ലാരും നിന്നി വിളങ്ങും വരമൊടുണരാൻ വരുമരുവേണം. ഞാൻ വിളിക്കുന്നു മനുഷ്യരെ അർപ്പിക്കുന്നവരെ നിന്റെ നാമത്തെ സ്തുതി. ഞാൻ വിളിക്കുന്നു കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പുലിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. ഞാൻ വിളിക്കുന്നു മനുഷ്യരെ ഏൽപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ഇവന്റെ മണത്തിന്റെയും ആത്മാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഇവന്റെ മണത്തിന്റെയും ആത്മാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. വാനമേഘനം ദേവകൃഷ്ണാവുകയും സ്വരാജ്ഞവാനുവകുക്കുകയും മത്സ്യരക്ഷയായിട്ടുള്ളവരെയും ചെയ്തിട്ടായി ദിവസത്തിൽ പ്രജകൾക്കായി സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന്റെ പേരിൽ പോകുന്നില്ല മത്സ്യമാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർക്കാറ്റിലില ചാത്തുലഞ്ഞ നേരം,
സംഗീതം തൃത്തന്തികളിൽ പടർന്ന നേരം കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം വാതിലിൻ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികെ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ട് വിരിഞ്ഞ നാളിൽ സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുഗ്ധസങ്കൽപ്പം തലോടി നിൽക്കേ ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ ഗീതികളെന്നിൽ ചിറകടിക്കേ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങളെയും പ്രതി അദ്ദേഹത്തെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു.
തന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും പ്രതി ദൈവം സ്വർഗസമ്മാനം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പരിഹരിച്ച് നിത്യസമ്മാനം നൽകി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം വ്രതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരാം. അനുദപിക്കുന്ന പാപികളെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പരനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം ഉൾക്കൊള്ളിക്കുക തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായിരുന്നു. സ്നേഹിക്കുന്നവരുടെ മേൽ നിന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മണ്ണിൽ നിന്നും ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ പ്രധാനം വഴി അംഗീകരിക്കുന്നവരുമായി വർത്താനം ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ചെറുവട്ടനാട്ടിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങളാകുന്നു. എന്റെ ജീവിതത്തിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പരിശുദ്ധാത്മാവിനും സ്തുതി. ശാന്തി നിരക്കു പകർന്നിടും മധ്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും മധ്യതേവം സകലേശൻ നിരരാം നൂതനമാക്കുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുമെന്നെ നിറുത്തണമേ. നല്ലവരുത്തു ഫലം ഭാഗേ നൽകണമേ. നിത്യായുസിൻ പരമോന്നതമ പരിവേഷം. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മറിച്ച് പ്രത്യാശിക്കുന്നവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചതും മരിച്ചും കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും
പ്രധാന മാലകയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്നും എഴുന്നേൽവരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിലൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പകരത്തെ എന്റെ അപേക്ഷ നീ സ്വീകരിക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. വിശ്വസിയുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന ആ സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായത് കൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവനെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന ആ സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹകാര്യങ്ങളെ സൃഷ്ടിക്കുകയും അതിൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയായി ലോകത്തിൽ പുറപ്പെടുന്ന ആത്മാവിനെ നീക്കാൻ ദുർവിളിച്ചു വന്ന പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് ഇതിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അപരാധവും കടങ്ങളും ക്ഷമിക്കണമെന്ന് ഇതിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രദാനം ചെയ്ത മിശിഹായി ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സർവ്വനവാസക്കുകയും ചെയ്യണമെന്ന് ഇതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരാശ്രമവാസത്തെ സ്വയം വിവേചിന്റെ മിശിഹായി കാര്യങ്ങളുടെ കഴിയിൽ കൊടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഇതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായി നിന്റെ ദാസന്റെ പാവങ്ങളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഇതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ വൃത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആകാശത്തിനും ഭൂമിയിലും സ്തുതികരനാകുന്നു. നന്ദി കൊണ്ട് ആത്മാവിനെയും ജീവന്റെയും മരണത്തിന്റെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ,
കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക ഭക്തി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങി മറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക ഭക്തി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾക്കൂ ഞാൻ, പാവമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സരളമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക ഭക്തി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ ഇന്നോട്ടാവും ഈ ദിവസം ഇതിനു മുടിയനെ അറിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ കൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവത്തിനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിലേക്കുള്ള വിലാപയാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോഴത്തെ രോഗത്തിന്റെ പ്രത്യേക പ്രതിസന്ധി പരിഗണിച്ച് 20 പേര് മാത്രമേ ദേവാലയത്തിലേക്ക് വരാവൂ എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. ബാക്കിയുള്ള ആളുകൾക്ക് മൃതദേഹത്തിന് മുൻപിൽ വന്ന് മൃതദേഹത്തെ വണങ്ങി അന്തിമോപചാരം അർപ്പിക്കാവുന്നതാണ്. 20 പേർ മാത്രമേ വരാവൂ എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നു. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധൻ. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോർ എൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, രാത്രിയിതാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകുന്നേരം സ്നേഹാർദ്രതയാ നിൻ പ്രിയജനമേ അനുദിനമറിവോ കാക്കണമെന്നേ. ഭൂമിയിലമർത്തിയിരിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്ഫലമാകും. പോകുന്നു ഞാൻ ലയമില്ലാത്തോ ഉന്നതമോഷ്മേ ആവിപ്പതിനായി. നീ അവർക്ക് പാനീയം കൊടുത്തു, പൈതാഹത്താൽ വലയും ഭരതൻ. നീരുറവകളെ ശ്രീഹന്മാരെ നിങ്ങളടയ്ക്കും പ്രാർത്ഥനയെങ്ങും നൽകണമഭയം ഞങ്ങൾക്കുലകിൽ. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെയുള്ളവൻ
ദൃശ്യങ്ങൾ സകലം തീർത്തോനെ നാഥാ സകലേശ നിൻ സാദൃശ്യത്തെ തീർത്തോരെന്നുടെ മേൽ കൃപ നീ ചിന്തണമേ. ആദ്യം മുതൽ അന്ത്യം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവിചാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയുന്നേ തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു സ്ഫുടമായി നിൻ മുമ്പിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ കരുതി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങിനിറഞ്ഞല്ലോ. കോപത്തിൽ നിങ്ങളെ ശിക്ഷിക്കരുതേ. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ
വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ. അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുൾ ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതു ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അർത്തുന്ന ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അകലം പാലിച്ചു വന്ന കുന്തിരിക്ക് ഇട്ട് മടങ്ങുക. എന്റെ കർത്താവിൽ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടന്തി മരിച്ച നാളിൽ. കർത്താവേ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ, നല്ല വരത്തു വരം ഭാഗേ. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾ ഉത്ഥാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസ്വം. പാടും പാപങ്ങൾ അയക്കണമേ നിൻ കൃപയാലെ. സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിലാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദൈവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാൽ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. തിരുവഴിയെല്ലാം കാണുന്നു.
നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവപുത്രൻ രൂഹായി മൃഗരാമന്യം കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ വിശിഹാനങ്ങളിലാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളെല്ലാം പ്രവർത്തിക്കട്ടെ. ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. സ്ഥാപനിക്ക് കൊടുത്തു കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്തുതിനെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യവും വിധിയാൽ വാനവരാജ്യം നേടും ഭാഗ്യം. കാരുണ്യവും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യന് ഭാഗ്യം. മിന്നിവിളങ്ങും മുഖമുഴുതൽ അറവിട്ടെഴുന്നേൽക്കും മനുഷ്യന് ഭാഗ്യം. നാഥനളഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യവും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യന് ഭാഗ്യം. വലിയ മുതൽ ഞാൻ രാജ്യം നേടുന്ന ഭാഗ്യം. നാഥനളഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യവും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യന് ഭാഗ്യം. ദൈവമേ എന്റെ രക്തങ്ങൾ തുടച്ചുകാട്ടണമേ. പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങൾക്ക് മുഖം തിരിച്ചു വേണമേ, എന്റെ കൃത്യങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആശബ്ദമലീയമായ പാപം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സജീവവും കർത്താവേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണം. വിധാനം പ്രത്യേകിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർത്തിക്കണം. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസലേത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ വ്രതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ. ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ
കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും ഉണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നു